കണ്ടുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഹനു. ഇന്നൊരു സ്കൂൾ റൊമാൻറ്റിക് ഡ്രാമയാണ് കേട്ടോ. കഥയിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയാണ് കാണിക്കുന്നത്. ഇവനാണ് നമ്മുടെ ഹീറോ. ഇവൻ്റെ പേരാണ് ഊഞ്ചിയ. ഇവനൊരു ഡോക്ടറാണ്. ഇപ്പോൾ ഇവൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവിടെ ഉള്ളവർ അയ്യോ ആ പെണ്ണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി പെട്ടെന്ന് എമർജൻസിയിലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ സ്ട്രക്ചറിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ ആ പെണ്ണ് ഉച്ചത്തിൽ പറയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട, എന്തിനാ എന്നെ രക്ഷിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഹീറോ സൈലൻ്റായി അവളുടെ അടുത്തേക്ക് പോയി അതെ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാതെ ഒച്ച വെക്കുന്നത്? എന്താ എല്ലാവരും നോക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? അതെ നീ ഏത് ബിൽഡിങ്ങിൽ നിന്നാണ് ചാടിയത്? അത് ഞാൻ 3rd ഫ്ലോറിൽ നിന്നാണ് ചാടിയത് എന്ന് പറഞ്ഞു. എന്ത് 3rd ഫ്ലോറിൽ നിന്ന് ചാടിയിട്ട്? നീ ഇത്രയും ഉഷാറായിരിക്കുന്നുണ്ടല്ലോ. ഇനി നീ 3rd ഫ്ലോറിൽ നിന്നാണ് ചാടിയതെങ്കിൽ നിന്റെ കയ്യോ കാലോ മുറിയും, നീ വേദന കൊണ്ട് പുളയും. നീ അവിടെ നിന്നല്ല ചാടിയത്, നീ ഏതോ കസാരയിൽ നിന്ന് തറയിൽ വീണതാണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് കാലൊന്ന് ഉളുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് ഹീറോയ്ക്ക് അവൻ്റെ സിസ്റ്റർ വിളിക്കുന്നു. ഡേ ഞാൻ നിനക്ക് എത്ര ഡേറ്റ് അറേഞ്ച് ചെയ്തു, എന്താ ഒന്നിന് നീ പോവാത്തേ? ചേച്ചി ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഒന്നും വേണ്ട എന്ന്, എന്തിനാ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എന്താണ് ഡേറ്റ് വേണ്ടാന്ന് പറയുന്നത്? ഇപ്പോഴും നീ ആ സ്കൂൾ ക്രഷ് അൻഫൈനെ ഓർത്തിരിക്കുകയാണോ എന്ന് ചേച്ചി ചോദിച്ചു. ചേച്ചി അങ്ങനെ ഒന്നുമില്ല. അല്ല ആരാ അൻഫൈ? അങ്ങനെ ഒരു പേരുള്ള ആരെയും എനിക്ക് അറിയില്ലല്ലോ എന്നവൻ പറഞ്ഞു. കളിക്കാതെടാ, നീ എപ്പോഴും സ്വപ്നത്തിൽ പറയുന്ന പേരാണിത്, എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു. ചേച്ചി അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ദെൻ ഹീറോ ആ പെണ്ണിനെ കാണാൻ വന്നപ്പോൾ ആ പെണ്ണ് പാല് കുടിക്കാൻ വേണ്ടി പാൽക്കുപ്പി എടുക്കാൻ നിൽക്കുകയാണ്. ടക്കെന്ന് ഹീറോ ആ പാല് നീക്കി വെച്ചിട്ട് നിനക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനാ നീ പാല് കുടിക്കുന്നേ എന്ന് ഹീറോ ചോദിച്ചു. മിണ്ടാതിരിക്കെ, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ശരി ഒരു കാര്യം പറ, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിനക്ക് എല്ലാവരുടെയും അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാനാണോ എന്ന് അവൻ ചോദിച്ചു. നിനക്കെല്ലാം അറിയുന്ന പോലെ സംസാരിക്കേണ്ട, എന്നെ കെയർ ചെയ്യാൻ നീ ആരുമല്ല. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവൻ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനൊന്നും ചെയ്യരുത്, ഭാഗ്യം കൊണ്ടാണ് ചെറിയ മുറിവായത്, വലിയ മുറിവായ എന്താ ചെയ്യുക എന്നവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കോ, എനിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമല്ല, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാണ് എന്നവൾ പറഞ്ഞു. ഹീറോ ഉടനെ സാരമില്ല, നീ നിന്റെ ജീവൻ എടുക്കുന്നതിന് പകരം എന്നോട് റിവെഞ്ച് ചെയ്യേ, അതെത്ര ബെറ്ററാണ് എന്നവൾ ചിരിച്ചിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാൻ നിൽക്കുന്നു. അപ്പോൾ ആ പെണ്ണ് ഒരു മിനിറ്റ് നിൽക്ക്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പം ഹീറോ അതെന്തെന്നാ നിന്നെപ്പോലൊരു പെണ്ണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നിന്നപ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അപ്പം അവൻ ആലോചിക്കുകയാണ്, ഹീറോയ്ക്ക് ഇപ്പോൾ 28 വയസ്സാവുന്നു. 10 വർഷം മുന്നേ അവൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കഥയിലെ ഹീറോയിനെ കാണുന്നു. ഇവളുടെ പേരാണ് അൻഫൈ. അവൾ അപ്പോഴാണ് ആ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. ബട്ട് അവൾ ആരോടും സംസാരിക്കാതെ സൈലൻ്റ് ആണ്. നമ്മുടെ ഹീറോയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര പഠിപ്പിസ്റ്റാണ്. ആ ക്ലാസ്സിൽ 3 വലിയ ചെക്കന്മാരുണ്ട്. അവർ 3 പേരും എപ്പോഴും നീ കടയിൽ പോ, എന്നെ ഹോംവർക്ക് ചെയ്ത് താ, എനിക്ക് ക്യാഷ് താ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ശല്യം ചെയ്യും. ഹീറോയും പാവം അവരുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടണേ. അപ്പോൾ ഒരു ദിവസം അവർ ചെയ്യുന്ന ശല്യം താങ്ങാൻ പറ്റാതെ അവൻ ജീവിതം അടുത്ത ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുകയാണേ. അപ്പോൾ ഒരു പെണ്ണ് അടുത്ത് വന്നിട്ട് ചാടാൻ പോവാണോ, ചാടുമ്പോൾ ആ കാലും കൈയൊന്നും മുറിയാതെ നോക്കണേ എന്ന് പറഞ്ഞു. അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയിനാണ്. അപ്പം ഹീറോയിനെ ശരിക്കും നോക്കുന്നത് കണ്ട ഉടനെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഹീറോയിൻ അവിടെ ഉള്ള ഒരു ലെറ്റർ എടുത്ത് വായിക്കുന്നു. അത് ഹീറോ എഴുതിയ ലെറ്ററാണ്. ഞാൻ മരിച്ചതിന് ശേഷം എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, എൻ്റെ അവയവങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഡൊണേറ്റ് ചെയ്യണം, എൻ്റെ ശരീരം റിസർച്ച് പർപ്പസിന് വേണ്ടി റിസർച്ചിന് ഡൊണേറ്റ് ചെയ്യണം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഹീറോയിൻ വായിക്കുന്നു. ഹീറോ നിർത്ത് അതൊന്നും വായിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു, ഇത്രയും ബുദ്ധിയോടെ കാര്യഗൗരവത്തോടെ എഴുതുന്ന നിനക്ക് ഇവിടെ നിന്ന് ചാടിയ കാൽ കൈ മാത്രമേ മുറിയുള്ളൂ, ജീവൻ പോവില്ല എന്നുള്ള കാര്യം അറിയില്ലേ എന്നവൾ ചോദിച്ചു. ഇവൻ താഴെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി താഴെ വീഴുന്നു. അപ്പോൾ ഹീറോയിൻ സാരമില്ല, നീ അങ്ങോട്ട് വീഴുന്നതിന് പകരം ഇങ്ങോട്ടല്ല വീണത്, അത് നന്നായി എന്ന് പറഞ്ഞ് ഹീറോയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹീറോയിൻ അപ്പോൾ സമാധാനത്തോടെ പോകുന്നു. ബട്ട് അതിനുശേഷം ആ 3 ചെക്കന്മാർ സ്കൂൾ നടക്കുമ്പോൾ തന്നെ ഹീറോയുടെ ഡ്രസ്സെല്ലാം അയക്കുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമായത്. എല്ലാവരുടെയും മുന്നിലൂടെ വേഗം ഓടി വന്ന് മതി ഇനി എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ ഹേയ് എന്നൊരു വിളി. നോക്കുമ്പോൾ അവിടെയും ഹീറോയിനുണ്ട്. ഹേയ് നിങ്ങോട്ട് നോക്ക്, ദയവ് ചെയ്ത് ഇവിടെ നിന്നും പോ, എന്നെ തടുക്കരുത്, നിന്നോടൊന്നും എത്ര പറഞ്ഞാലും എൻ്റെ വേദന മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ ചിരിച്ചിട്ട് ഓഹോ എനിക്ക് നിന്റെ ഫീലിങ്സ് മനസ്സിലാവില്ലേ, ഞാൻ സത്യം പറയാം, നീ വെറും പൊട്ടനാണ് എന്ന് പറഞ്ഞു. എന്ത് പൊട്ടനോ? ഇങ്ങോട്ട് നോക്ക്, ആ ചെക്കന്മാർ എന്നെ എത്രത്തോളം ശല്യം ചെയ്യുന്നുണ്ട്, അവരെ എതിർക്കാൻ എനിക്ക് കഴിയും, പക്ഷെ ഞാൻ അത് ചെയ്യില്ല, അത് തെറ്റാണ്, അത് ഞാൻ ചെയ്യില്ല, എനിക്ക് അവരോട് റിവെഞ്ച് ചെയ്യാൻ തോന്നുന്നു എന്ന് ഹീറോ പറഞ്ഞു. കറക്റ്റാണ്, നീ നിന്റെ ജീവൻ കളയാതെ അവരോട് പോയി റിവെഞ്ച് ചെയ്യേ. എന്നാൽ ഞാൻ എന്താ ചെയ്യുക, അവർ സ്ട്രോങ് ആണ്, എന്നെക്കൊണ്ട് അവരെ അടിക്കാൻ പറ്റില്ല എന്ന് ഹീറോ പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് പേടിക്കണ്ട, ഇന്ന് മുതൽ നിനക്ക് വേണ്ടി ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആ 3 ചെക്കന്മാരില്ലേ അതിലൊരുത്തനുണ്ട്, ഭയങ്കര ഹൈറ്റാണ്, അവൻ്റെ പേര് മാഡ്മാൻ എന്നാണ്. അവൻ്റെ അടുത്തേക്ക് ഹീറോയിൻ പോകുന്നു. ആ മാഡ്മ ഇവളെ കണ്ട ഉടനെ പുതുതായി വന്ന പെണ്ണല്ലേ
എന്താ ഇവളെ കാണാൻ ഭയങ്കര സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പം ഹീറോയിൻ ചിരിച്ചിട്ട് ഡാ ഒന്ന് കണ്ണടക്കോ. എന്തിന് എന്നവൻ ചോദിച്ചു. അടക്കാനല്ലേ പറഞ്ഞേ. ശരി എന്ന് പറഞ്ഞ് അവൻ കണ്ണടക്കുന്നു. ഇവൾ കിസ് ചെയ്യാനാണ് അടക്കാൻ പറഞ്ഞതെന്ന് വിചാരിച്ച് അവൾ കണ്ണടക്കുന്നു. ബട്ട് അപ്പം ഹീറോയിൻ കുഞ്ഞിട്ട് അവൻ്റെ പാൻറ് ഒരു പെട്ടെന്ന് ഹീറോയിൻ കൂട്ടി അവിടെ നിന്ന് ഓടുന്നു. മാഡമക്ക് ദേഷ്യം വന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് സന്തോഷമായത്. ലൈഫിൽ ഫസ്റ്റ് ടൈം എനിക്ക് വേണ്ടി ഒരാൾ ഉണ്ടെന്ന് തോന്നിയ നിമിഷം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഹീറോയിൻ്റെ കൂടെ ഓടി വരുന്നു. അവനക്ക് ഹീറോയിൻ്റെ അടുത്തൊരു ക്രഷ് തോന്നുന്നു. നെക്സ്റ്റ് ഡേ അവളോട് താങ്ക്സ് പറയാൻ വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി പോകുന്നു. അപ്പം ഇവൾ ഡേ എനിക്കിതൊന്നും ഇഷ്ടമല്ല പോ എന്ന് പറഞ്ഞു. സോ ഇവൻ ഗിഫ്റ്റ് കൊടുക്കാതെ പോകുന്നു. എന്നാൽ അടുത്ത ദിവസം സ്കൂളിൽ വന്ന ഉടനെ ആ 3 ചെക്കന്മാർ കൂടി ഹീറോയിനെ പിടിച്ചു വെച്ചിട്ട് നിനക്ക് വേണ്ടിയല്ലേ അൻഫൈ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിലൊരു വാട്ടർ ബലൂൺ കൊടുത്ത് അത് ഹീറോയിൻ്റെ മേലെ എറിയാൻ പറയുന്നു. അവൻ എറിയുന്നു. ഹീറോയിൻക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഹീറോ പറയുന്നു ആക്ച്വലി അന്നാണ് ഞാൻ അവളെ അവസാനമായി സ്കൂളിൽ കണ്ടത്. അതിനുശേഷം അവൾ സ്കൂളിലേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഒരു ദിവസം ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ വേഗം കാറിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് ഞാൻ അവളെ കണ്ടു. എന്ത് പറ്റി, സ്കൂളിലേക്ക് പോവാണോ, വന്ന് കാറിൽ കയറി എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, എന്നെ ഡ്രോപ്പ് ചെയ്യോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ എന്നാ നീ പോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പോവാൻ പറഞ്ഞു. എന്നാൽ ഞാൻ അന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. എന്തെന്നാ ഒരു 3 മാസം കഴിഞ്ഞ് സ്കൂളിലെ എല്ലാവരും പറഞ്ഞു അൻഫൈ മരിച്ചുവെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞ് അവൻ ഫീലാവുന്നു. ഹീറോയിൻ മരിച്ചതിന് ശേഷം ഹീറോ ഒറ്റയ്ക്കായ പോലെ അപ്പോൾ ഒരു ദിവസം ഒരു ചെക്കൻ, അവൻ്റെ പേര് ലീ എന്നാണ്, അവൻ ഹീറോയുടെ അടുത്ത് ഡേ ഹോംവർക്ക് താടാ എന്ന് ചോദിക്കുന്നു. അപ്പം ഹീറോ തരില്ല പോടാ എന്ന് പറഞ്ഞ് വായിച്ചിരിക്കാൻ. ഡേ പ്ലീസ് ദാ, എന്താടാ നീ എനിക്കൊരു ഹെൽപ്പും ചെയ്യില്ലടാ. അയ്യോ ഞാൻ തരാമെന്ന് പറഞ്ഞ് ബുക്ക് എടുത്ത് എറിഞ്ഞപ്പോൾ അത് കറക്റ്റായി മാഡ്മയുടെ മണ്ടയ്ക്ക് കൊള്ളുന്നു. അതോടെ അവൻ വെറുതെ ഇരിക്കോ, ഹീറോയെ പിടിച്ച് തൂക്കി എറിയുന്നു. ഇതെല്ലാം എൻ്റെ വിധി എന്ന് പറഞ്ഞ് ഹീറോ സ്റ്റെപ്പിലിരിക്കുമ്പോൾ അങ്ങോട്ടേ ലീ വന്നിട്ട് എടാ സോറിടാ, എല്ലാം എന്നെ കൊണ്ടാണ്, ഞാൻ അടുത്തേക്ക് വന്നാലേ നിനക്ക് പ്രശ്നമാണ്, ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവിടെ സീൻ കട്ടാവുന്നു. പിന്നെ പ്രസന്റിലുള്ളതാണ് കാണിക്കുന്നത്. ആ ലീ ഇല്ലേ, അവനാണ് ഇപ്പം ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവരൊന്നായിരുന്നു ഡ്രിങ്ക് കുടിക്കാന്. അവനിപ്പോൾ ചോദിക്കാന് ഡേ എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യുന്നത്, ഇപ്പം ഞാൻ അൻഫൈനെ ആലോചിച്ചിരിക്കാനോ എന്ന് ചോദിച്ചു. ഏയ് ചേച്ചേ അൻഫയോ, അതൊക്കെ ഞാൻ മറന്നിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞു. ബട്ട് ഡ്രിങ്ക് കുടിച്ച് ഓവറായി ഹീറോ പറയാന് ഡേ അൻഫയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യടാ, എനിക്ക് അവൾ മാത്രം ഉണ്ടായിരുന്നുള്ളടാ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയുടെ ചേച്ചി വന്നു. ഡേയ് കഴുതകളെ, നിങ്ങളൊക്കെ എത്ര വലുതായി, ഇപ്പോഴും ഇവിടെ ഇരുന്ന് കുടിക്കാനോ എന്ന് പറഞ്ഞ് ചീത്ത പറയാന്. മുത്തേ നീ എന്താ മുത്തേ ഇങ്ങോട്ട് വന്നേ എന്ന് ലീ ചോദിച്ചു. ആക്ച്വലി ഹീറോയുടെ ചേച്ചിക്കും ലീക്കും കല്യാണമായിട്ടുണ്ടേ. അവിടെ ഹീറോ അൻഫൈ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി ഡേ എന്താടാ ഇപ്പൊ ആ പെണ്ണിനെ ആലോചിച്ചിരിക്കുന്നത്, അവൾ മരിച്ചു പോയില്ലേ, ഈ ലോകത്ത് വേറെ പെണ്ണൊന്നും ഇല്ലാത്ത പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ലീ ഉടനെ മുത്തേ അങ്ങനൊന്നും പറയാതെ അവൻ അവൻ്റെ സിംഗിൾ ലൈഫ് ജോലിയായി എൻജോയ് ചെയ്യട്ടെ, എന്തെന്നാ ആണുങ്ങളെല്ലാം സിംഗിളായിരിക്കുമ്പോഴാണ് സന്തോഷമായിരിക്കുന്നത്, ഞാനും കല്യാണം കഴിച്ച് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു. ഉടനെ ചേച്ചി ഓഹോ കല്യാണം കഴിഞ്ഞ് കഷ്ടപ്പെടുന്നോ, നിന്നോട് ആരടാ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് രണ്ടുപേരും തിരക്കൂടാണ്. ഓ ഗോഡ്, നിങ്ങൾ ഇവിടെ നിന്ന് തിരക്ക് കൂടിയിരിക്കെ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹീറോ ആ ബാറിൽ നിന്ന് ഇറങ്ങി വേറൊരു ബാറിലേക്ക് ഇരിക്കുന്നു. അപ്പം ആ കടയിലുള്ള ആള് സർ ഞങ്ങൾ ഈ കട ക്ലോസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. സർ പ്ലീസ് സർ, ഒരേ ഒരു ബോട്ടിൽ മാത്രം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ആ കടയുടെ ഓണർ ഹീറോക്ക് കമ്പനി കൊടുത്ത് കുടിച്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ കടയെല്ലാം ഒന്ന് നോക്കിയിട്ട് സർ നിങ്ങൾ ഈ ബാർ ക്ലോസ് ചെയ്യാൻ പോവാണോ, എല്ലാം പാക്ക് ചെയ്യുന്നു. അതെ, എന്നെ കൊണ്ട് ഈ കട നോക്കാൻ കഴിയുന്നില്ല, എനിക്ക് ശേഷം ഈ കട നോക്കാൻ ആരുമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അയാൾ നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോയാണ് നോക്കി നിൽക്കുന്നത്. അവർ നമ്മുടെ ഹീറോയിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. ഹീറോയ്ക്ക് ഇതറിയില്ല. അവൻ കാഷ്വലായി ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുന്നു. സോ ഇവർ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഒരു ഡയറി അവിടെ തിളങ്ങുന്നു. എന്താ ഈ ഡയറി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ ഡയറി എടുത്ത് നോക്കിയപ്പോൾ അതിൽ അൻഫൈ എന്ന് എഴുതിയിട്ടുണ്ട്. അവന് എന്താ അൻഫൈയോ എന്ന് പറഞ്ഞ് ആ ഡയറി ഓപ്പൺ ചെയ്യുന്നു. അതിൽ അൻഫൈ എഴുതിയിരിക്കുന്നു, എനിക്ക് ആരുമില്ല, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല, എൻ്റെ ഈ അവസ്ഥ കാണാൻ പോലും ആരുമില്ല എന്ന് പറഞ്ഞ് വല്ലാണ്ട് ഫീലായി എഴുതിയിട്ടുണ്ട്. ഇതവൻ ആലോചിച്ച് അൻഫൈൻ്റെ ഡയറി എങ്ങനെ ഇവിടെ എത്തിയത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ടക്കെന്ന് പുറത്ത് അൻഫൈ പോകുന്ന പോലെ തോന്നി. അവൻ ആ ഡയറി എടുത്ത് ഓടിപ്പോയി നോക്കുന്നു. അത് അൻഫൈ ആണ്. അവൾ അവിടെ ഉള്ളൊരു ഡോർ തുറന്ന് അതിലൂടെ കടന്നു പോകുന്നു. ഇവനും ആ ഡയറി എടുത്ത് അടുത്തേക്ക് പോകുന്നു. അപ്പം ആ വാതിൽ തുറക്കുന്നു. അതിനുള്ളിലേക്ക് അവനും പോകുന്നു. ദെൻ സീൻ അവിടെ കട്ടാകുന്നു. നോക്കുമ്പോൾ അവൻ ബെഡിലാണ് കിടക്കുന്നത്. അവൻ്റെ ചേച്ചി വന്ന് ഡാ കഴുതേ എണിക്കടാ, സ്കൂളിലേക്ക് പോകാൻ നേരമായി എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. ഉടനെ ഹീറോ ചേച്ചി നിന്നോട് ആരാ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. എന്ത് നിന്റെ വീടോ, ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ, ഇത് നമ്മുടെ വീടാണ് എന്ന് പറഞ്ഞു. എന്താ ചേച്ചി നീ പറയുന്നേ എന്ന് പറഞ്ഞ് കണ്ണാടി നോക്കുന്നു. അപ്പോഴാണ് അവനക്ക് മനസ്സിലായത്, ആഹാ ഇത് നമ്മുടെ പഴയ വീടാണല്ലോ, അല്ല ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നേ, എന്താ ഇവിടെ നടക്കുന്നേ എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ചേച്ചിയോ അമ്മയും കൂടി ചോദിച്ചു എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചു.
ഇല്ല ഇല്ല, ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് കുടിച്ചു പോയെന്നാ തോന്നുന്നത്. എനിക്കിപ്പോഴും ബോധം തെളിയാത്ത പോലെ. അതാ എന്തൊക്കെയോ തോന്നുന്നു എന്ന് പറഞ്ഞ് ഹീറോ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ കലണ്ടർ ശ്രദ്ധിക്കുന്നത്. 2008 ആണുള്ളത്. ഉടനെ ഇവൻ 2008 എന്താ, ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണോ? ഇല്ല, അങ്ങനെയൊന്നും അല്ല, അതിനൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഹീറോ സ്കൂളിലേക്ക് വരുന്നു. അപ്പൊ ബസ് സ്റ്റോപ്പിൽ അൻഫൈ നിൽക്കുന്നുണ്ട്. അവളെ കണ്ട ഉടനെ ഇവൻ പോയി ഹഗ് ചെയ്ത് നിനക്കൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ബട്ട് ഇപ്പോ നമ്മുടെ ഹീറോയിന് ഹീറോ ആരാന്ന് പോലും അറിയില്ല. ഉടനെ അവൾ ഡേ ആരാടാ നീ, എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ എന്ന് പറഞ്ഞ് അടിക്കുന്നു. ഉടനെ അവൻ വേദനിക്കുന്നു വേദനിക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് വേദനിക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്വപ്നമല്ലേ, ശരിക്കും ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണോ എന്ന് അവൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഹീറോയിൻ ഇങ്ങോട്ട് നോക്ക്, നീ എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് പോകുന്നു. അയ്യോ, അപ്പൊ ഈ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടില്ലേ, ഇതറിയാതെ ഞാൻ പോയി ഹഗ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഹീറോ ക്ലാസ് റൂമിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോ ഭയങ്കര ഹാപ്പിയാണ്. അൻഫൈനെ വീണ്ടും കണ്ടില്ലേ. ബട്ട് അവിടെ നമ്മുടെ ഹീറോയിനെ ശല്യം ചെയ്യുന്ന 3 പേരില്ലേ, അവരും വന്ന് നിൽക്കുന്നു. ഉടനെ ഹീറോ അയ്യോ ഇവിടെയുണ്ടോ എന്ന് പറയുന്നു. അപ്പൊ ക്ലാസ്സിൽ മാത്സ് ടെസ്റ്റ് നടക്കുകയാണ്. അപ്പൊ ഹീറോയിൻ ടെസ്റ്റ് എഴുതാതെ ഫോൺ നോക്കി സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ ഹീറോ മനസ്സിൽ കരുതാണ്, അവളെ എന്താണ് ചെയ്യുന്നത്, 3 മാസം കഴിഞ്ഞാൽ അവൾ മരിച്ചു പോവോ, എന്നെ കൊണ്ട് ഈ വിധിയെ മാറ്റാൻ പറ്റുമോ? അപ്പൊ ഹീറോയിൻ്റെ അടുത്തിരിക്കുന്ന പെണ്ണ് ഡേ ക്ലാസ് ടൈമിൽ എന്താ ഫോൺ ഉപയോഗിക്കുന്നത്, എനിക്ക് ഡിസ്റ്റർബ് ആവുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ ഞാൻ ഫോണിൽ സൗണ്ട് ഒന്നും വെച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഡിസ്റ്റർബ് ആവുന്നത് എന്ന് ചോദിച്ച് കച്ചറ കൂടാണ്. ഉടനെ ഹീറോ ഇങ്ങോട്ട് നോക്ക്, അവളെ അടുത്തിരിക്കുന്ന എനിക്ക് ഡിസ്റ്റർബ് ആണെങ്കിൽ വാ നമുക്ക് സീറ്റ് ചേഞ്ച് ചെയ്യാം എന്ന് പറയുന്നു. ആ പെണ്ണ് ഓക്കെ എന്ന് പറഞ്ഞു. സോ ഇവർ രണ്ടുപേരും സീറ്റ് ചേഞ്ച് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഹീറോയിൻ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഹീറോയോട് ചോദിച്ചു. അപ്പം നമ്മുടെ ഹീറോ വേണ്ട നമുക്ക് സംസാരിക്കണ്ട, ലെറ്റർ എഴുതാം എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ ഫ്രണ്ട് ആവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ലെറ്റർ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഹീറോയിൻ നിന്റെ കൂടെ ഫ്രണ്ടോ, പറ്റില്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നു. പ്ലീസ് ഡാ എന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും ലെറ്റർ കൊടുക്കുമ്പോൾ കറക്റ്റായി സാറ് വന്ന് ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. 2 പേരെയും പിടിക്കുന്നു. 2 പേരും പോയി ആ ബോർഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതേ എന്ന് പറയുന്നു. ഹീറോ പോയി ആൻസർ എഴുതാൻ നിൽക്കുന്നു. എന്നാൽ ഹീറോക്ക് ഒന്നും അറിയുന്നില്ല. അപ്പോൾ സാർ വന്നിട്ട് എന്താടാ ഈ ചെറിയ പ്രോബ്ലം കൂടി നിനക്ക് സോൾവ് ചെയ്യാൻ അറിയില്ലേ, അപ്പോൾ 2 പേരും പോയി ആ ജിമ്മ് ഫുള്ള് ക്ലീൻ ചെയ്യ് എന്ന് പറഞ്ഞയക്കുന്നു. ഹീറോ ക്ലീൻ ചെയ്യുന്നു. എന്നാൽ ഹീറോയും ക്ലീൻ ചെയ്യുന്നില്ല. അവൾ അവിടെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഹീറോ 3 മാസം കഴിഞ്ഞ് ഇവൾ മരിച്ചു പോകുമല്ലോ, എനിക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നു. എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? ഒന്നുമില്ല എന്ന് ഹീറോ പറഞ്ഞു. നിന്നെ കൊണ്ടാണ് എനിക്ക് ഈ ക്ലീനിങ് പണിഷ്മെന്റ് കിട്ടിയത്, നിന്റെ മുഖം തന്നെ ശരിയല്ലല്ലോ, നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഹീറോയും ചോദിച്ചു. അങ്ങനെ ഒന്നുമില്ല എന്ന് ഹീറോ പറഞ്ഞു. എന്തിനാ നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ, എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്ന് ഇരുന്നത് എന്ന് ചോദിച്ചു. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, അത് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. എന്ത് റീസൺസ് പറ എന്ന് ഹീറോയും പറഞ്ഞു. എന്നാ ഞാൻ റീസൺസ് പറഞ്ഞാൽ നീ വിശ്വസിക്കോ എന്ന് പറഞ്ഞ് ഹീറോ അടുത്തേക്ക് വരുന്നു. ഒരു മിനിറ്റ്, നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്, 3 സ്റ്റെപ്പ് മാറി നിൽക്ക്, എൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന് ഹീറോയും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഹീറോ 3 സ്റ്റെപ്പ് മാറി നിൽക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയുടെ ഫ്രണ്ട് ലീ ഇല്ലേ, അവൻ ക്ലാസ് റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പേര് എഴുതിയ ഒരു ലെറ്റർ കിട്ടുന്നു. അതെടുത്ത് അവൻ വായിച്ചു നോക്കുന്നു. എന്തെന്നാ നമ്മുടെ ഹീറോ കഴിഞ്ഞ ലൈഫിൽ സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോൾ ഒരു ലെറ്റർ എഴുതില്ലായിരുന്നോ, എൻ്റെ ബോഡി റിസർച്ചിന് കൊടുക്കണം, അവയവങ്ങൾ ദാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലായിരുന്നോ, ആ ലെറ്ററാണ് അത്. ഇത് ഇവൻ ഉടനെ വായിച്ചിട്ട് അയ്യോ ഇവൻ തെറ്റ് ചെയ്യാൻ പോവാണോ എന്ന് പറഞ്ഞ് പേടിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോ ജിമ്മ് ക്ലീൻ ചെയ്യുമ്പോൾ ആ 3 ചെക്കന്മാരും വരുന്നു. വന്നിട്ട് ഹീറോയോട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു. ഉടനെ ഹീറോ ധൈര്യത്തോടെ ഇല്ല, എന്താ നിനക്കെന്താ കാലില്ലേ? ഉടനെ അവർ എന്നെ എതിർത്ത് സംസാരിക്കാനൊക്കെ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞു ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. നീ എന്താ എന്നെ ചെയ്യാ എന്ന് ചോദിക്കണമെന്നുണ്ട്. എന്നാൽ 3 പേരെയും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവൻ വേഗം ഓടിപ്പോയി അവിടെയുള്ള സെക്യൂരിറ്റി റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നു. അവർ 3 പേരും പുറത്തുനിന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി വന്ന് ഹീറോയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവരെ ഉള്ളിലേക്ക് വിടുന്നില്ല. സോ അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിന്നും പോകുന്നു. ദെൻ നൈറ്റ് ഹീറോയുടെ ചേച്ചി അവന്റെ റൂമിലേക്ക് വന്ന് എന്റെ ലെൻസ് കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹീറോ എഴുന്നേൽക്കുന്നില്ല. എന്താണ് എഴുന്നേക്കാത്ത, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. നോക്കുമ്പോൾ അവിടെ ഉള്ളത് ഹീറോ അല്ല, അത് ലീ ആണ്. ഉടനെ അവൾ നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചു. ഉടനെ ഇവൻ കരഞ്ഞിട്ട് ഈ ലെറ്റർ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് ചേച്ചി വായിച്ചിട്ട് എൻ്റെ അനിയൻ അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതിയത്, സ്കൂളിൽ അവൻ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ, എന്ത് പറ്റിയത്, എൻ്റെ അനിയൻ ഇല്ലാതായ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. എൻ്റെ ഫ്രണ്ട് ഇല്ലാതായ എനിക്കും ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനും കരയുന്നു. 2 പേരും കരയുമ്പോൾ നമ്മുടെ ഹീറോ കാഷ്വലായി വന്ന് എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കുന്നു. അവനെ കണ്ട ഉടനെ അവർ 2 പേരും പോയി അയ്യോ നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് ഹഗ് ചെയ്ത് കരയാണ്. ഉടനെ ഹീറോ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നു. അത് ഈ ലെറ്റർ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോ അത് കാണാതെ ഉള്ളിലേക്ക് പോകുന്നു. ദെൻ പോയതിന് ശേഷം ഹീറോയിൻ്റെ ഡയറി എടുത്ത് വായിക്കുന്നു. ദെൻ അതിലുള്ള എല്ലാ എഴുത്തും മാഞ്ഞു പോകാൻ തുടങ്ങി. അതിന് പകരം പുതിയതായി
പുതിയതായ എഴുത്തുകൾ വരുന്നു. ആക്ച്വലി എന്താ സംഭവം എന്നാൽ ഹീറോയിൻ ഇപ്പോൾ ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കായി ഹീറോയുടെ കയ്യിലുള്ള ഡയറി എഴുത്തെല്ലാം പോയി പുതിയത് വരുന്നു. അതിൽ ഹീറോയിൻ തുടക്കത്തിൽ തന്നെ ഹീറോയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ, ഇന്നൊരു ചെക്കനെ കണ്ടു, അവനക്ക് വട്ടുള്ളത് പോലെ എന്നെ കണ്ട ഉടനെ വന്ന് ഹഗ് ചെയ്തുന്നേ, അവർക്ക് എന്തോ പ്രശ്നമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഹീറോയെ ചീത്ത വിളിച്ചെഴുതാണ്. നമ്മുടെ ഹീറോയിൻ ചിരിച്ചിട്ട്, അല്ല ഒരു മിനിറ്റ്, ഇതിനു മുന്നേ ഈ പേജിൽ അവൾ വേറെ എന്തൊക്കെ കാര്യങ്ങളല്ലേ എഴുതിയിരുന്നത്, എന്നാൽ ഇപ്പോൾ എന്നെക്കുറിച്ച് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം മാറുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവൾ മരിക്കുന്നത് എന്നെ കൊണ്ട് തടുക്കാൻ പറ്റുമോ? അപ്പോൾ ഹീറോയിൻ തുടർന്ന് എഴുതാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ തോന്നുന്നു, എനിക്ക് ശനിനെയും കാണാൻ തോന്നുന്നു, എനിക്ക് നാനയെയും കാണാൻ തോന്നുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ ഹീറോ ഉടനെ, ശനി നാന, ഇവർ രണ്ടുപേരും ആരാണ്? ശനിയോ എന്ന പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ഡേ ആയി ഹീറോ കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള സ്കൂളിലേക്ക് പോകുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ലെൻസൊക്കെ വെച്ച് ഹെയർ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് സൂപ്പറായി സ്കൂളിലേക്ക് പോകുന്നു. ഇവനെ കണ്ട ഉടനെ സ്കൂളിലുള്ള എല്ലാവരും, എന്താടാ ഈ ചെക്കൻ ഇങ്ങനെയൊക്കെ വരുന്നേ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ നോക്കുകയാണ്. ഹീറോ നേരെ ആ 3 ചെക്കന്മാരുടെ മുന്നിൽ പെടുന്നു. അപ്പോൾ ആ മേഡ്മ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വാ എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ, പറ്റില്ല, നിനക്ക് വേണമെങ്കിൽ നീ പോ എന്ന് പറയുന്നു. അപ്പോൾ അവർ, നീ അല്ലേ ഇന്നലെ ഞങ്ങളെ കണ്ട് പേടിച്ച് ആ സെക്യൂരിറ്റി റൂമിൽ പോയി ഒളിച്ചത്, ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് ബമ്പ് കൂടാൻ വരുന്നു. ഏയ് നോക്കി കളിക്കണം എന്ന് അടുത്ത് നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു വിഷയം മനസ്സിലേക്ക് വരുന്നു. കഴിഞ്ഞ ലൈഫിൽ ഇതേപോലെ ഇതേ പ്ലേസിൽ ഇതേ ദിവസം ഹീറോ ഈ ചെക്കന്മാരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ബോൾ വന്ന് ഹീറോയുടെ മേലെ അടിച്ച് ഹീറോ സ്ലിപ്പായി ഒരു പെണ്ണിൻ്റെ മേലെ വീണ് ആ പെണ്ണ് താഴെ വീണ് നല്ല പരിക്ക് പറ്റിയിരുന്നു. ഇപ്പോൾ ആ വിഷയം ആലോചിച്ചിരിക്കുമ്പോൾ കറക്റ്റായി അതേപോലെ ബോൾ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഇപ്പോൾ ഹീറോ എസ്കേപ്പ് ആവുന്നു. ആ മേഡ്മയുടെ മേലെ ബോൾ അടിക്കുന്നു. ആ മേഡ്മ കറക്റ്റായി പോയി ഹീറോയുടെ മേലെ വീഴുന്നു. സോ ഹീറോയിന് സ്ലിപ്പായി സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വീഴുന്നു. ഇവൻക്ക് ഇങ്ങനെ ആവുമെന്ന് അവൻ വിചാരിച്ചതേ ഇല്ല. സോ വേഗം ഹീറോയിനെ എടുത്ത് ഹീറോ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകും. ഇവരുടെ സ്കൂളിൽ തന്നെ ചെറിയൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഉണ്ട്, അവിടേക്കാണ് കൊണ്ടുപോയത്. ആക്ച്വലി ഹീറോ ഒരു ഡോക്ടർ അല്ലേ. സോ ഹീറോയിനെ നോക്കിയാൽ ഇവൾ വീട് ഉടനെ ബോധം പോയിട്ടുണ്ട്, കാലിൽ നല്ല പെയിൻ ഉണ്ടെന്ന് കരുതുന്നു. സോ പെട്ടെന്ന് ആ കത്രിക എടുക്ക് എന്നൊക്കെ പറയുന്നു. അപ്പൊ ശരിക്കും ആ സ്കൂളിലെ ഡോക്ടർ വന്ന്, ഇവിടെ ഞാനാണോ അതോ നീയാണോ ഡോക്ടർ എന്ന് ചോദിക്കുന്നു. അത് ഞാൻ പിന്നെ പെട്ടെന്ന് നിങ്ങളാണ് ഡോക്ടറെ നോക്കിക്കോളൂ എന്ന് പറയുന്നു. അവരും കാലിന് എന്തോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വിടുന്നു. അപ്പോൾ ഹീറോയിൻ കണ്ണൊക്കെ തുറന്ന് ഞാനെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഉടനെ ഹീറോയിൻ, എനിക്കിവിടെ ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ പോവാൻ നിൽക്കുമ്പോൾ ബട്ട് ഡോക്ടർ അവിടെ തടുക്കുന്നു. ഇല്ല, നിന്റെ കാലിന് നല്ലോണം വീങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഒരു ഇഞ്ചക്ഷനും കൂടി എടുക്കണമെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഹീറോയിൻ വേദന കൊണ്ട് ഹീറോയുടെ കൈ പിടിച്ചു. അപ്പോൾ ഹീറോ നോക്കുന്നു, എന്തിനാടാ ഇവിടെ നിൽക്കുന്നേ എന്ന് പറഞ്ഞ് തള്ളിയിടുന്നു. ആ കൈ പിടിച്ചത് നീ, എന്നിട്ട് ഞാൻ പിടിച്ച പോലെയാണല്ലോ നിന്റെ റിയാക്ഷൻ. അപ്പോൾ ഹീറോയിൻ, എനിക്ക് ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് അവരുടെ ടീച്ചർ വരുന്നു. ഹീറോ, എന്ത് സാർ എന്ന് ചോദിച്ചു. നീ ആദ്യമൊക്കെ നല്ലോണം പഠിച്ചിരുന്നു, എന്നാ നീ ഇപ്പോൾ പഠിക്കുന്നേ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അതൊന്നുമില്ല സാർ എന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, നീ എന്തിനാ ആ അൻഫയുടെ അടുത്ത് പോയിരിക്കുന്നത്? അത് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇങ്ങോട്ട് നോക്ക്, ഈ വയസ്സിൽ ലവ് ഒന്നും വേണ്ട കേട്ടോ എന്ന് സാർ പറഞ്ഞു. സാർ അങ്ങനെയൊന്നുമില്ല, ലവ് ഒന്നുമില്ല എന്ന് ഹീറോ പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, അവളൊരു പാവമാണ്, ഇപ്പോൾ ഈ സ്കൂളിലേക്ക് പുതുതായി വന്നതാണ്, അതുകൊണ്ട് അവൾക്ക് ബുക്സ് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് സാർ പറഞ്ഞു. സാർ അതാണ് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, വേറെ ഒന്നുമില്ല സാർ എന്ന് ഹീറോ പറഞ്ഞു. ഓ അതാണോ, ശരി ഇപ്പം നീ പോ എന്ന് പറഞ്ഞ് പോകാൻ പറയുന്നു. എന്നാലും ഹീറോയ്ക്ക് ഹീറോയിനെ കുറിച്ച് ഇനിയും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്താന്നാ 3 മാസം കഴിഞ്ഞാൽ അവൾ മരിക്കില്ലേ, എന്തിനാണ് അവൾ മരിക്കുന്നത്, അത് മനസ്സിലാക്കിയാലല്ലേ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റൂ. സോ അവനെല്ലാം എങ്ങനെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ PT പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ആ 3 ചെക്കന്മാരും ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, വാ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് ടേബിൾ ടെന്നീസ് കളിക്കുകയാണ്. അതിലൊരു ബോൾ ദൂരേക്ക് ഇടുന്നു. ഇപ്പോൾ ഹീറോ അത് എടുത്തിട്ട് വരണം. ബോൾ എടുക്കാൻ അവൻ പോകുന്നു. പോണ സമയത്ത് ദൂരെ ഓഫീസ് റൂം കണ്ട്, സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ് ഫയൽസ് എല്ലാം ആ ഓഫീസ് റൂമിൽ ഉണ്ടാവില്ലേ, അതെടുത്താൽ എനിക്ക് അൻഫൈനെ കുറിച്ച് അറിയാമല്ലോ എന്ന് പറഞ്ഞ് വേഗം ആ റൂമിലേക്ക് പോകുന്നു. അവിടെ എല്ലാ ഫയൽസും തുറന്ന് നോക്കാൻ തുടങ്ങുന്നു. ബട്ട് അവൻ നോക്കുന്ന സമയത്ത് മാത്സ് ടീച്ചർ അങ്ങോട്ട് വന്ന്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അത് ഞാൻ ഇന്നലെ മാത്സ് ആൻസർ എഴുതിയത് തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് തെറ്റിയെന്ന് ഞാൻ നോക്കാൻ വന്നതാണ് എന്ന് ഹീറോ പറഞ്ഞു. അതിനെന്താ എന്നോട് പെർമിഷൻ ചോദിക്കാതെ വന്നത്? അത് പിന്നെ ശരി, ടെസ്റ്റ് പേപ്പർ ഇവിടെയാണുള്ളത്, എടുത്തിട്ട് പോ എന്ന് പറഞ്ഞു.
അതാച്ചേ ഇതും ഫ്ലോപ്പായല്ലോ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകുന്നു. ദെൻ ഹീറോ ക്യാൻറ്റീനിൽ പോയി അൻഫൈ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിച്ചു. അൻഫൈ എപ്പോഴോ വീട്ടിലേക്ക് പോയി എന്നൊരുത്തം പറഞ്ഞു. ഓ പോയോ. അപ്പോൾ ഹീറോയുടെ ക്ലാസ്സിലുള്ള ഒരു പെണ്ണ് ഷുമ എന്നാണ് അവളുടെ പേര്. അവൾ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീ ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാ നീ ഇങ്ങനെ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അതോ എനിക്കൊരു പണിയുണ്ട്, അടുത്ത മാസം നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് നെയിം ലിസ്റ്റ് തന്നിട്ടുണ്ട്, ആ പേരുകളെല്ലാം ഒരു ഫയൽ പോലെ ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ അത് പോയി ചെയ്യണം. എന്നാൽ ഇന്നാണ് എൻ്റെ ഫേവറേറ്റ് സിംഗർ ഷെനിയുടെ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നത്, അതും എനിക്ക് വാങ്ങാൻ പോകണം, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞു. ഉടനെ ഹീറോ, ഓ അങ്ങനെയാണോ, എന്നാൽ നീ ടിക്കറ്റ് മേടിക്കാൻ പോയിക്കോ, നിനക്ക് പകരം നെയിം ഫയൽ ഞാൻ റെഡിയാക്കാം എന്ന് ഹീറോ പറഞ്ഞു. ഓ ഓക്കെ, ഇന്നാ ഓഫീസ് റൂമിൻ്റെ കീ നീ പോയി റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ഹീറോയും അത് വാങ്ങി പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ആ 3 ചെക്കന്മാരുമുണ്ട്. ഉടനെ ആ മാഡ്മ ഹീറോയോട്, ഡേയ് നിന്നോട് ആ ബോൾ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അത് നീ മറന്നു, ആ ബോൾ കാണാഞ്ഞിട്ട് PT സർ എത്രമാത്രം ഞങ്ങളെ ചീത്ത പറഞ്ഞു എന്നറിയോ, സോറി ഒരു പണിയുണ്ടായിരുന്നു അതാ പോയത്, എന്താ നിനക്ക് പണി എന്ന് പറഞ്ഞ് 3 പേരും അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ മേഡ്മയുടെ അടുത്തൊരു തടിച്ച ചെക്കൻ നിൽക്കുന്നുണ്ട്. അവനെ നോക്കി, ഡാ നീ നിന്റെ വിരൽ സേഫ് ആക്കിക്കോ, എന്തെന്നാ അതിന് അടി കിട്ടാൻ പോകുന്നു. ഉടനെ ഇവൻ, എന്തിനാ നീ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്തെന്നാ എനിക്ക് ഫ്യൂച്ചർ അറിയും, അതുകൊണ്ട് ചുമ്മാ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകുന്നു. ഇവൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് 3 പേര് നോക്കുന്നു. ബട്ട് അതിനുശേഷം ഹീറോ ഓഫീസിൽ പോയി നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കുന്നു. അതിൽ ഹീറോയിന്റെ അഡ്രസ്സ് ഉണ്ട്. അത് കണ്ട ഉടനെ, ആ ഇതെന്റെ വീടിന്റെ അടുത്തുള്ള ബിൽഡിംഗ് അല്ലേ, എന്നാ ഇവളെ ഇതിനു മുന്നേ ആ ഏരിയയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോ ആലോചിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ വീട്ടിലേക്ക് വരാണ്. അപ്പൊ ഹീറോയിന്റെ അച്ഛൻ, എത്ര നേരമായി നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. അതെന്തിന് ഞാൻ നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ഇങ്ങോട്ട് നോക്ക്, നിന്റെ അച്ഛനോട് നീ കുറച്ചെങ്കിലും മര്യാദ കാണിക്കേ, നിനക്ക് വേണ്ടിയാണ് നമ്മൾ വേറെ വീട് വാങ്ങിയത്, ഇങ്ങോട്ട് വന്നത്, വേറെ സ്കൂളിലേക്ക് മാറിയത്, എല്ലാം നിനക്ക് വേണ്ടിയാണ്, നീ എന്താ എന്നെ മെയിൻറ്റ് ചെയ്യാത്തേ എന്ന് ചോദിക്കുന്നു. നിങ്ങളെ ഞാൻ എന്തിനു മെയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഹീറോയിൻ സങ്കടത്തോടെ പോകുന്നു. വന്ന് അവൾക്കും അവളുടെ അച്ഛനും ഇടയിലുണ്ടായ വഴക്ക് ഡയറിയിൽ എഴുതുന്നു. ഇത് നമ്മുടെ ഹീറോ റൂമിൽ ഇരുന്ന് വായിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ഹീറോക്ക് മനസ്സിലായി ഹീറോയിനെ കെയർ ചെയ്യാനായി ആരുമില്ല എന്നുള്ളത്. അത് മാത്രമല്ല ഹീറോയിൻ അവളുടെ ഫ്രണ്ട് ഷെനിയ എന്ന് എഴുതില്ലായിരുന്നോ, അവനക്ക് മെസ്സേജ് അയക്കുകയാണ്. അത് വേറെ ആരുമല്ല, ഇന്നലെ ഷുമ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു പോയില്ലേ, ആക്ച്വലി ആ സിംഗർ ഇവനാണ്. ഇപ്പം അവൻ ഹീറോയിൻ അയച്ച മെസ്സേജ് കാണുന്നു, ബട്ട് റിപ്ലൈ കൊടുക്കുന്നില്ല, ഒരുമാതിരി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഡേ ഹീറോയിൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഹീറോ അവിടെ ഇരിക്കുന്നുണ്ട്. ഉടനെ അവൾ അടുത്തേക്ക് വന്നിട്ട്, ഓ നീ എന്നെ ഫോളോ ചെയ്ത് ഇത്രയും ദൂരം വന്നോ എന്ന് ചോദിക്കുന്നു. എന്ത് ഫോളോ ചെയ്തെന്നോ, ഇങ്ങോട്ട് നോക്ക്, ഇതാണ് എൻ്റെ വീട്, ഇത്രയും ദിവസമായിട്ട് ഞാൻ നിന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഓ അതോ ഞാനിപ്പോൾ പുതിയതായി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ് എന്ന് പറഞ്ഞു. ഓ ശരി ശരി, എന്നാ വാ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം എന്ന് പറയുന്നു. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. വേറൊരു സ്ഥലത്ത് സ്കൂളിൽ ആ 3 ചെക്കന്മാരെ കാണിക്കുന്നു. ആ തടിച്ച ചെക്കൻ്റെ വിരൽ മുറിഞ്ഞിട്ടുണ്ട്. ഡേ എൻ്റെ കൈ അറിയാതെ വാതിൽ കുടുങ്ങിയടാ, എന്നാ എനിക്കത് പ്രശ്നമില്ല, എൻ്റെ വിരൽ മുറിയാൻ പോകുമെന്ന് നേരത്തെ അവൻ പറഞ്ഞില്ലേ, അവനിക്ക് എങ്ങനെ അതറിയും, അവനിനി മന്ത്രവാദി വല്ലതാണോ എന്ന് പറയുന്നു. ആ സമയത്ത് ഹീറോ വരുന്നു. ആ ചിക്കൻ വേഗം പോയി ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഇതെല്ലാം അറിയും? അപ്പൊ ഹീറോ ചിരിച്ചിട്ട്, എനിക്കറിയും, ഇത് മാത്രമല്ല എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാം, നിങ്ങൾ 3 ആൾക്കും പ്രശ്നം വരാൻ പോകുന്നുണ്ട്, എന്നാൽ ആ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഹീറോയിൻ ക്ലാസ്സിലില്ല. ഇവളിത് എവിടെ പോയി എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു മരത്തിൻ്റെ താഴെ സുന്ദരിയായ ഒരു ചെറിയ പൂച്ചക്കുട്ടിയുണ്ട്, അതിന് ഭക്ഷണം കൊടുക്കുകയാണ്. ഉടനെ ഹീറോ പോയിട്ട്, ഓ നിനക്ക് പൂച്ചക്കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ, നീ എന്നെ ഫോളോ ചെയ്ത് വന്നോ എന്ന് ചോദിച്ചു. അവൻ ഉടനെ, ഒരു മിനിറ്റ്, ഇത്രയും വലിയ ഫുഡൊന്നും ഈ ചെറിയ പൂച്ചക്കുട്ടി കൊടുക്കാൻ പാടില്ല. ഓ അങ്ങനെയാണോ. ഈ സമയത്ത് മാത്സ് ടീച്ചർ ഇല്ലേ, ഇവർ 2 പേരും ക്ലാസ്സിലില്ലാത്ത മനസ്സിലാക്കി വേഗം ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ ഇവർ 2 പേരും ഉണ്ട്. ഉടനെ 2 പേരെയും കൊണ്ടുപോയി അവരുടെ ക്ലാസ് ടീച്ചറുടെ അടുത്ത് പോയി നിർത്തുന്നു. നോക്ക്, ഈ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് ഗ്രൗണ്ടിൽ പോയി ലവ് ചെയ്യാണ് എന്ന് പറഞ്ഞു. ലവ് ഒന്നുമില്ല എന്ന് ഹീറോയും ഒപ്പം പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ് ടീച്ചർ, നിങ്ങൾ 2 പേരും നല്ല കുട്ടികളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനാ ക്ലാസ് കട്ട് ചെയ്തത്? അത് മാത്രമല്ല ഈ പെണ്ണ് തീരെ പഠിക്കുന്നില്ല, നല്ല രീതിയിൽ പഠിച്ചിരുന്ന ഇവനും ഇപ്പൊ പഠിക്കുന്നില്ല, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യം പിടിക്കുകയാണ്. ഉടനെ ഹീറോ, ഇനി മുതൽ ഞാൻ നന്നായി പഠിക്കും, ഇങ്ങനെ ഒന്നും ദേഷ്യപ്പെടല്ലേ സാർ, ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട എൻ്റെ മനസ്സ് തകരും സാർ എന്ന് പറഞ്ഞ് സെൻറ്റി അടിക്കുന്നു. ദെൻ നൈറ്റായി. ഹീറോയിൻ ഡയറി ഏതാണ്, അവൾ എന്താണ് എഴുതുന്നതെന്ന് ഹീറോ വീട്ടിലിരുന്ന് കാണുകയാണ്. എനിക്ക് ഫസ്റ്റൊക്കെ ഊഞ്ചിയായ തീരെ ഇഷ്ടമല്ലായിരുന്നു, വട്ട് കേസാണെന്നാണ് വിചാരിച്ചിരുന്നത്, വട്ട് കേസ് പോലെയാണ് കാണിച്ചിരുന്നതും, എന്നാൽ ഇപ്പോൾ കുഴപ്പമില്ല, അവൻ്റെ കൂടെയൊക്കെ നടക്കാം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഇത് ഹീറോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ ഹീറോ വേഗം ഹീറോയിൻ്റെ അടുത്തേക്ക് പോയി, നമ്മൾ 2 പേരും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്, അത് മാത്രമല്ല ഒരു പൂച്ചക്കുട്ടിയെ ഒന്നായി വളർത്തുന്നു, അതുകൊണ്ട് നിന്റെ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നു.
ആ ഒരു വട്ടം പറയുള്ളൂ എന്ന് പറഞ്ഞ് ഫാസ്റ്റായി നമ്പർ പറയുന്നു. അവരും ഫാസ്റ്റായി ടൈപ്പ് ചെയ്യുന്നു. ഓ ഫാസ്റ്റ് ആണല്ലേ, ഞാൻ 10 വർഷമായി ടൈപ്പ് ചെയ്യുന്നു, എനിക്കിതെല്ലാം ഈസിയാണ് എന്നവൻ പറഞ്ഞു. എന്ത് 10 വർഷമോ? അപ്പം നീ 8 വയസ്സ് തുടങ്ങിയോ? ഉഷാറാണല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. ദെൻ അന്ന് സ്കൂളിൽ പോയി വൈകുന്നേരം ഹീറോ വീട്ടിലേക്ക് വരുന്നു. അപ്പം ഹീറോയിൻ പിന്നെയും ഡയറി എഴുതുന്നു. ഞാൻ നാനയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ മെസ്സേജ് അയച്ചിട്ട് അവൾ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് ഫീൽ ആവുന്നു. അപ്പോൾ ഹീറോ, എന്താടാ ഇത്, നാനയും ഷെയ്നും ഇവർ രണ്ടുപേരും ആരാണ്, എന്തിനാണ് ഇവരെ കുറിച്ചൊക്കെ എഴുതുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് ഉറങ്ങുമ്പോൾ ഹീറോ ഒരു സ്വപ്നം കാണുന്നു. അതെന്താന്നാ, ഹീറോ ഒരു ഹോസ്പിറ്റലിലാണ്, അവിടെ ഒരു പെണ്ണ് കിടക്കുന്നുണ്ട്. ആ പെണ്ണ് ഹീറോയെ കണ്ട ഉടനെ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം നീ മാത്രമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നു. പിന്നെ ഇവൻ അയ്യോ എന്താ ഇത്, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. നോക്കിയപ്പോൾ ടൈം ഒരുപാടായി. അവൻ വേഗം ഓടി പുറത്തേക്ക് വരികയാണ്. ആക്ച്വലി ഇന്നാണ് ഹീറോയിനും ഒരുമിച്ച് ആ ചെറിയ പൂച്ചക്കുട്ടിയില്ലേ അതിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നു. അവൻ വേഗം ആ പൂച്ചക്കുട്ടിയെ എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് ഹീറോയുടെ കയ്യിനൊരു കടി കൊടുക്കുന്നു. ഉടനെ അവൻ നിന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, നീ എന്നെ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ബട്ട് അവിടെ ഹീറോയിൻ വേഗത്തിൽ ഓടുന്നത് ഇവൻ കാണുന്നു. ഇവൾ എങ്ങോട്ടാണ് ഇത് ഓടുന്നതെന്ന് പറഞ്ഞ് അവൻ പിന്നാലെ ഓടുന്നു. അവിടെയുള്ള നഴ്സിനോട് അവൻ അന്വേഷിക്കുന്നു, ആ ICUവിൽ ആരാണ് എന്ന് ചോദിക്കുന്നു. ഓ അത് ഒരു ഹോട്ടലിൽ ഫയർ ആക്സിഡന്റ് ഉണ്ടായി, അതിലൊരു 18 വയസ്സുള്ള കുട്ടിക്ക് കൈയും കാലും എല്ലാം നഷ്ടപ്പെട്ടു, ആ പെണ്ണാണ് സീരിയസ് കണ്ടീഷനിൽ ICUവിലുള്ളത് എന്ന് പറയുന്നു. ഓ അങ്ങനെയാണോ? ഹീറോയിൻ പോയി അവളുടെ ഫ്രണ്ടിനെ കണ്ട് ഫീൽ ആവുന്നു. ആക്ച്വലി ഈ പെണ്ണാണ് നാന. അവളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്താടി നീ വിചാരിച്ചേ, എൻ്റെ മോൾ മരിച്ചു പോയെന്നാണോ വിചാരിച്ച്, എൻ്റെ മോൾ ജീവനോടുള്ള നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, മരിച്ചു പോയെന്ന് വിചാരിച്ചിട്ടാണോ നീ വന്നേ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നു. അപ്പോൾ ആ നാനയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നമ്മളുടെ മകൾ ഇങ്ങനെ ആയതിന് അൻഫയ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മ അതൊന്നും കേൾക്കുന്നില്ല. ഹീറോയിൻ സോറി പറയുന്നുണ്ട്, എന്നാലും വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹീറോ വന്നിട്ട്, നിങ്ങൾക്ക് അത്ര ദേഷ്യമുണ്ടെങ്കിൽ അവൾക്ക് പകരം എന്നെ ചീത്ത പറഞ്ഞോളൂ, ഡേ നീ ആരാടാ കാര്യമില്ലാതെ ഇവിടെ വന്ന് തലയിടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഹീറോയിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണേ. അപ്പോഴും ഹീറോയിൻ ദേഷ്യം പിടിക്കുകയാണ്, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് ഇത്രയും ദൂരം വന്നത് എന്ന് ഹീറോയിൻ ചോദിച്ചു. ഇല്ല ഞാൻ അങ്ങനെ ഒന്നല്ല വന്നത് എന്ന് പറഞ്ഞ് അവൻ പിന്നാലെ പോകുന്നു. ഉടനെ അവൻ സോറി, ഇന്ന് നമ്മൾ രണ്ടാളും കൂടി കാറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ എന്നെ കൊണ്ട് വരാൻ പറ്റില്ല, ഞാൻ ലേറ്റായി പോയി, സോറി എന്ന് പറഞ്ഞു. ഹീറോയിൻ അതൊന്നും മൈൻഡാക്കാതെ റോഡിലിരുന്ന് കരയാൻ തുടങ്ങി. അതിനുശേഷം ഹീറോ എങ്ങനെയൊക്കെയോ ഹീറോയിനെ സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുന്നു. ബട്ട് അവിടെ പോയ ഉടനെ ഹീറോയിൻ്റെ അച്ഛൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്താ ഇത്ര ലേറ്റ് ആയത്, ആരാണ് ആ ചെക്കൻ എന്നൊക്കെ ചോദിച്ചു. അതിന് ഞാനെന്താ നിങ്ങളോട് മറുപടി പറയണം എന്നവൾ ചോദിച്ചു. ഉടനെ അവർ, നിനക്ക് വേണ്ടിയല്ല ഞാനെല്ലാം ചെയ്യുന്നത്, എന്നാൽ നീ എന്നോട് ഒരു കാര്യവും പറയില്ലേ, ഇപ്പോൾ നീ എങ്ങോട്ടാ പോയത്, നാനയെ കാണാനാണോ പോയത് എന്ന് ചോദിച്ചു. ഉടനെ ഹീറോയിൻ, നാന ജീവന് വേണ്ടി പോരാടാണ്, എന്നാൽ ആ കാര്യം നിങ്ങൾ എന്നോട് എന്തിനാ മറച്ചു വെച്ചത്, ഞാൻ അവളെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവൾ സുഖമായിരിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇങ്ങോട്ട് നോക്ക്, അതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്, ഇപ്പോഴും കൂടി വീട് മാറി വന്നതും നിനക്ക് വേണ്ടിയാണ്, സ്കൂൾ മാറ്റിയതും നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അച്ഛാ സ്കൂൾ മാറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛാ, ഞാനൊരു സത്യം പറയട്ടെ, ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുന്നു. അപ്പോൾ ഇവളുടെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തോടെ, ഡി എന്താ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അടിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് പുറത്ത് ആരോ ഡോറ് മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. അത് ഹീറോ ആണ്. ഉടനെ അത് ആരാന്ന് നോക്കാൻ വരുന്നു. ബട്ട് അപ്പോൾ കറക്റ്റായി ഹീറോ എസ്കേപ്പ് ആവുന്നു. ഹീറോയിന് അടി കിട്ടാതിരിക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത്. ദെൻ ഹീറോ സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ അവൻ്റെ ചേച്ചി കള്ള് കുടിച്ച് നിൽക്കുകയാണ്, വയ്യാതെ കിടന്ന് ആടാണ്. ഉടനെ ഇവൻ, തുടങ്ങിയോ, നീ ഒന്നും നന്നാവാൻ പോണില്ല എന്ന് പറഞ്ഞ് അവളെ എടുത്തോണ്ട് പോയി ഉള്ളിൽ കിടത്തുന്നു. അതിനുശേഷം ഹീറോയിൻ്റെ ഫ്രണ്ട് ഫയർ ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു. അതിൽ വീഡിയോ ഉണ്ട്. അതെന്താന്നാ, അവർ രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയതാണ്. ആ ടേബിളിൽ ഹീറ്റ് ചെയ്ത് ഫുഡ് കഴിക്കില്ലേ, അത് ചെയ്യുമ്പോഴാണ് അവളുടെ ഫ്രണ്ടിന്റെ കൈ തീ പിടിച്ചത്. സോ ഇത് കംപ്ലീറ്റ് ആക്സിഡന്റ് ആണെന്നുള്ളത് ആ വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഹീറോയിനും അതിനും ഒരു ബന്ധവുമില്ല. എന്നാലും ആ നാനയുടെ അമ്മ ഹീറോയിനോട് ദേഷ്യപ്പെട്ടത് ഹീറോക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് ഡേ ആയി, രണ്ടുപേരും സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ ഹീറോ ചോദിച്ചു, ഇന്നലെ നീ നൈറ്റ് തീരെ ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇവളുടനെ ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ, ഇങ്ങോട്ട് നോക്ക്, നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, നിന്റെ മേലെ ഒരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയോ, അറിയുന്ന പോലെ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞു. ക്ലാസ് നടക്കുമ്പോൾ ഹീറോയിൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ക്ലാസ് കഴിഞ്ഞ ഉടനെ അവൾ എങ്ങോട്ടോ പോകുന്നു. ഇവൾ എങ്ങോട്ടോ പോയതെന്ന് അറിയില്ല. ഇനി പൂച്ചയെ എങ്ങാനും കാണാൻ പോയോ എന്ന് പറഞ്ഞ് പൂച്ചക്കുട്ടിയെ അടുത്തേക്ക് ഹീറോ പോകുന്നു. അതും എങ്ങോട്ടോ പോയതെന്ന് അറിയില്ല. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ
കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ ക്ലാസ്സിലേക്ക് വരുന്നു. ഉടനെ ഇവൾ എന്ത് പറ്റി, നീ എന്താ ഫുഡ് കഴിക്കാത്തെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കോ, എന്നോട് സംസാരിക്കാതെ എന്ന് പറഞ്ഞു. ഇവൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഹീറോക്ക് മനസ്സിലായില്ല. ദെൻ അത് കഴിഞ്ഞ് ഇവർ ലാബിലേക്ക് പോകുന്നു. അവിടെയുള്ള സയൻസ് ടീച്ചർ എല്ലാവരും 3-4 പേരായി ഗ്രൂപ്പായി നിൽക്ക് എന്ന് പറഞ്ഞു. ഉടനെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് 2 പേർക്കും ഒരു ഗ്രൂപ്പ് ആവാം എന്ന് ഹീറോ പറഞ്ഞു. വേണ്ടാന്ന് ഹീറോയിൻ പറഞ്ഞു. ഉടനെ ഷെമിയും ലിയും ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ആവാം എന്ന് ചോദിക്കുന്നു. ഇവനും ആ ശരിയെന്ന് പറഞ്ഞ് ഹീറോ അവരോട് ജോയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ആ മേഡ്മ വന്ന് ഡേ എങ്ങോട്ടാ നീ, ഇങ്ങോട്ട് വന്നിരിക്കേ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നിരുത്തുന്നു. ദെൻ എല്ലാവരും ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആക്ച്വലി വാട്ടറിൽ ഏതോ ഒരു കെമിക്കൽ ഇടുന്നു. ഇത് റിയാക്റ്റായി പുക വരും, അതാണ് കെമിക്കൽ എക്സ്പെരിമെന്റ്. ബട്ട് ഇപ്പോൾ ഹീറോയുടെ അടുത്തുള്ള ചെക്കൻ വാട്ടറിൽ കെമിക്കൽ ഇടുന്നു. ബട്ട് ഒരു റിയാക്ഷനും ഇല്ല, വെള്ളം അതുപോലെ തന്നെ ഉണ്ട്. ഉടനെ ആ ചെക്കൻ എന്താ ഇതിൽ റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് എടുത്ത് കുളിക്കാൻ നോക്കുന്നു. നമ്മുടെ ഹീറോയ്ക്ക് അത് കണ്ടപ്പോൾ തന്നെ എന്തോ ഓർമ്മ വരുന്നു. അതെന്തെന്നാ കഴിഞ്ഞ ലൈഫിൽ ഇതേപോലെ ആ ചെക്കൻ അത് കുലുക്കി അവിടെ ഒന്നായിട്ട് തീ പിടിച്ച് സ്ഥലം മുഴുവൻ കത്തി ചാമ്പലാവും. സോ ആ കാര്യം ഓർമ്മയിൽ വരുന്നു. ഉടനെ ഹീറോ എന്താ ചെയ്തെന്നാ ഡാ വല്ലാതെ കുളിക്കാതെ അതവിടെ വെക്ക്, അത് റിയാക്ട് ചെയ്യും, അവിടെ വെക്ക് എന്ന് പറഞ്ഞു. സോ അവനത് അവിടെ വെക്കുന്നു. അതുകൊണ്ട് ലൈറ്റായി ഒന്ന് തീ പിടിച്ചതേ ഉള്ളൂ. ഉടനെ ഹീറോ ഹായ് നടക്കാൻ പോയ കാര്യം ഞാൻ തടുത്തു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത ഹീറോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെന്റ് തീ പിടിക്കുന്നു. അത് കണ്ട ഉടനെ ഹീറോയിൻ നോർമൽ അല്ലാതെ വല്ലാതെ പേടിക്കുന്നു. എന്തെന്നാ അവളുടെ ഫ്രണ്ട് ഫയർ ആക്സിഡന്റ് ആയില്ലേ, അത് ആലോചിച്ച് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഉടനെ മാഡ്മ ഫയർ റെസ്റ്റിറ്റ്യൂഷൻ എടുത്ത് അതെല്ലാം കെടുത്തുന്നു. അത് കഴിഞ്ഞ് അവൻ നേരെ ഹീറോയെ നോക്കുന്നു. ഹീറോയ്ക്ക് കണ്ട ഉടനെ കാര്യം മനസ്സിലായി. അവന്റെ മേലെ അത് അടിക്കാൻ പോവുകയാണ്. സോ ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആവുന്നു. ഹീറോ വേഗം ഹീറോയിൻ എങ്ങോട്ടാ പോയതെന്ന് നോക്കാൻ പോകുന്നു. ഹീറോയിൻ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പൊ ഹീറോ ഇതിനു വേണ്ടിയാണോ നീ ഓടി വന്നത് എന്ന് ചോദിക്കുന്നു. അടുത്തേക്ക് വരരുത് എന്ന് ഹീറോയിൻ പറഞ്ഞു. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ, എല്ലാം നിന്റെ ഉള്ളിലിട്ട് അടങ്ങിയാറാവാണ്. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ നീ എന്നോട് പറ എന്നവൻ പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ നീ അടുത്തേക്ക് വരരുത്, മാറി നിൽക്ക്, നിനക്കൊന്നും എൻ്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ചിരിയാണ് വന്നത്. എന്താന്നാ ഇതേ ഡയലോഗാണ് കഴിഞ്ഞ ലൈഫിൽ ഹീറോ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്ക്, ഇപ്പം നീ ഈ തീരുമാനം എടുത്തതിൽ ഒരുപാട് റീസൺസ് ഉണ്ടാകും. എന്നാൽ നീ ഇതെല്ലാം മറന്ന് ജീവിക്കാൻ ഉറപ്പായും ഒരു റീസൺ ഉണ്ടാകും. അതെന്താന്ന് കണ്ടുപിടിക്കണം. നിനക്ക് എന്താ ദേഷ്യം വരുന്നുണ്ടോ, നീ കാണിക്ക്. നിനക്ക് കരച്ചിൽ വരുന്നുണ്ടോ, നീ കരയെ. നീ സ്ട്രോങ് ആണ് പെണ്ണാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഇമോഷൻസ് ഒന്നും നീ മറച്ചു വെക്കണ്ട എന്ന് ഹീറോ പറഞ്ഞു. ഇപ്പം നീ ചെയ്യുന്നത് ഒരു പൊട്ടത്തരമാണ്. എന്താ നീ പറയുന്നത്, ഞാനൊരു പൊട്ടിയെന്നാണോ നീ പറയുന്നത് എന്ന് ഹീറോയിൻ ചോദിച്ചു. ഇല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. നിനക്ക് ജീവിക്കാൻ തീർച്ചയായും ഒരു റീസൺ ഉണ്ടാവും, അതിനുശേഷം നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് ജീവിക്കാൻ ഒരു റീസൺസും ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ജീവിക്കാൻ ഒരു റീസൺസും ഇല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഞാനും നിന്നോട് ചേർന്ന് കണ്ടുപിടിക്കാം. നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ ജീവിതം ഇരുട്ടിലാണെങ്കിൽ ഞാൻ വിളക്ക് എടുത്തിട്ട് വരും, നീ ഒരു മഴയത്താണെങ്കിൽ ഞാൻ കുട എടുത്തിട്ട് വരും. ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്, പ്ലീസ് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇറങ്ങി വരുന്നു. എന്നാൽ ആ നേരത്തെ സ്കൂളിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്തെന്നാ കഴിഞ്ഞ ലൈഫിൽ ആ മാഡ്മ ഹീറോയുടെ ഡ്രസ്സെല്ലാം ഊരി ഓടിച്ചില്ലായിരുന്നോ, അതേപോലെ ലീയുടെയും ഡ്രസ്സെല്ലാം ഊരി ഓടിക്കുകയാണ്. പാവം ലീ വല്ലാണ്ട് ഫീലായി ഓടി വരികയാണ്. ഇത് കണ്ട അവിടെ ഷെമി എന്ന പെണ്ണുണ്ട്, ഭയങ്കര ദേഷ്യം വരുന്നു. അവൾ അടിക്കണമെന്ന് വിചാരിച്ച് തിരിയുന്നു. എന്നാൽ അതിനു മുന്നേ അവിടേക്ക് മാത്സ് ടീച്ചർ വന്ന് ഇവിടെ എന്താ എല്ലാവരും പോ എന്ന് പറഞ്ഞു വിടുന്നു. ലീ കരഞ്ഞു ഓടുകയാണ്. ഇത് കണ്ട് ഹീറോയിനും പിന്നാലെ പോകുന്നു. ലീ ഓടുമ്പോൾ അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഹീറോയുടെ ചേച്ചി വരുന്നു. ചേച്ചിയെ കണ്ട ഉടനെ അവന് ഭയങ്കര സങ്കടമായി. ബട്ട് അവൾ എന്താ പറ്റിയത്, എന്താടാ എന്താ പറ്റിയത്, നിന്റെ ഡ്രസ്സെല്ലാം ആരാ ഊരിയത്, ആരെങ്കിലും നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ പറ എന്ന് പറയുന്നു. ബട്ട് ഇപ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ അടുത്തേക്ക് വന്നിട്ട് ഡാ നിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എതിർത്ത് പറഞ്ഞൂടെ എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യുക, അവരൊക്കെ സ്ട്രോങ് ആണ്, എന്നെ കൊണ്ട് അവരെ അടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹീറോയ്ക്ക് എന്തോ ഓർമ്മ വരുന്നു. എന്താണെന്ന് കഴിഞ്ഞ ലൈഫിൽ ഹീറോയിൻ സംസാരിച്ചപ്പോൾ ഹീറോ ഇതേ ഡയലോഗാണ് പറഞ്ഞിരുന്നത്. സോ ഒരു മിനിറ്റ് അതെല്ലാം ഓർത്തിട്ട് കഴിഞ്ഞ ലൈഫിൽ ലാബിൽ തീ പിടിച്ചു, എന്നാൽ ഇപ്പോഴും ലാബിൽ തീ പിടിച്ചു, എൻ്റെ ഡ്രസ്സിന് പകരം ലീയുടെ ഡ്രസ്സ് ഊരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ന് വിചാരിച്ച് അവൻ വേഗം ഓടി ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഹീറോ ലീയോട് പറഞ്ഞു നിനക്ക് പകരം മാഡ്മയെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് മാഡ്മയുടെ അടുത്തേക്ക് വരുന്നു. ഉടനെ മാഡ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഓ നിന്റെ ഫ്രണ്ടിന് പകരം നീ മാപ്പ് ചോദിക്കാൻ വന്നതാണോ എന്ന് അവൻ ചോദിച്ചു. അതെ സോറി എന്ന് പറഞ്ഞ് അവൻ ഇരുന്ന് എന്നിട്ട് മാഡ്മയുടെ പാൻറ് എല്ലാവരുടെയും മുന്നിലിട്ട് ഊരുന്നു. മാഡ്മക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഉടനെ ഹീറോയിനെ കൈ പിടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഹീറോയിൻക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കരമായിട്ട് ചിരിച്ച് ഹീറോയിൻ്റെ കൂടെ ഓടി വരികയാണ്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. ഇതിന് ശേഷം എന്താണ് നടന്നതെന്ന് പാർട്ട് 2 കേട്ടോ. വെയിറ്റ് ചെയ്യണേ. ബൈ.